നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് കാണാറുള്ള ഏറ്റവും രസകരമായിട്ടുള്ള കാഴ്ചകളിലൊന്നാണ് ഹസാർഡ് ലൈറ്റ് ഇട്ടിട്ട് ആളുകൾ വണ്ടി ഇങ്ങനെ ഓടിച്ചിട്ട് പോവുക. എന്തിനാണ് ഈ ലൈറ്റ് എന്ന് പോലും അറിയാൻ പാടില്ലാത്ത ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള ഡ്രൈവർമാർ എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം. ചിലപ്പോൾ കാണാറുണ്ട്, നാലും കൂടി ജംഗ്ഷനിൽ വരുമ്പോൾ ഇടത്തോട്ട് പോകാനുള്ളവൻ ഇടത്തോട്ട് സിഗ്നൽ ഇടും, വലത്തോട്ട് പോകാനുള്ളവൻ വലത്തോട്ട് സിഗ്നൽ ഇടും. ചിലവന്മാർ എന്ത് ചെയ്യും, ബിരുദന്മാർ നേരെ പോകാനുള്ള ആളുകൾ ഈ ഹസാർഡ് ലൈറ്റ് ആണ് ഓണാക്കിയിട്ടിട്ട് അത് നേരെ പോകാനുള്ള ലൈറ്റാണ് ചില ആളുകളുടെയൊക്കെ ധാരണ. അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. നമ്മളുടെ വണ്ടിയിലുള്ള ഇൻഡിക്കേറ്റർ എന്തിനാണ് എന്ന് പോലും കൃത്യമായിട്ട് അറിയാൻ പാടില്ലാത്ത ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഹസാർഡ് ലൈറ്റ് ഇട്ടിട്ട് ആളുകൾ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാരനൊക്കെ ഇത് ഹസാർഡ് ലൈറ്റ് ആണോ ടേൺ ഇൻഡിക്കേറ്റർ ആണോ എന്താണെന്നുള്ള കാര്യം പെട്ടെന്ന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ വേറെ ഒരു കാരണവും വേണ്ട. നമ്മളുടെ ഡാഷ്ബോർഡിൽ ഹസാർഡ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡിക്കേഷൻ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ പറ്റും, അതിൻ്റെ ഒരു സൗണ്ടും കേൾക്കും. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ആ വണ്ടിയുടെ ക്യാബിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു മൈനർ ആയിട്ടുള്ള സൗണ്ട് പോലും ശ്രദ്ധിക്കാൻ ഒരു ഡ്രൈവർ തയ്യാറാവണം. അത്രയും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഈ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത്. അതൊക്കെയാണ് ആളുകൾ കെയർലെസ് ആയിട്ട്, അതും മഴയത്ത് ഇങ്ങനെ എൻജോയ് ചെയ്ത് ചിലപ്പോൾ നല്ല ശബ്ദത്തിൽ പാട്ടൊക്കെ കേട്ടായിരിക്കുള്ളൂ ഈ ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് പോണത്. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാഠമാക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വണ്ടി ഓടിക്കുക, അതുപോലെ തന്നെ ട്രാഫിക് നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളത്. നമ്മുടെ വിദ്യാഭ്യാസ സമയത്ത് അടിസ്ഥാനപരമായിട്ട് അത്തരം കാര്യങ്ങളൊന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഇതൊന്നും ഒരു പ്രാക്ടീസായിട്ട് നമുക്ക് കിട്ടാത്തത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള ട്രാഫിക് റൂൾസും സ്കൂൾ തലങ്ങളിൽ മുതൽ അവരെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ പോലും എന്തെങ്കിലും കള്ളത്തരക്ക് കാണിച്ചിട്ട് തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും ലൈസൻസ് എടുക്കുകയും ലൈസൻസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഒക്കെ ഉള്ളതുകൊണ്ടാണ് ആളുകൾ ഇതുപോലെ കെയർലെസ് ആയിട്ട് വണ്ടി ഓടിക്കുന്നതും അപകടങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും. അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ കെയർലെസ് ആയിട്ട് വണ്ടി ഓടിച്ചൊരു അപകടം ഉണ്ടാക്കുമ്പോൾ ഒരു പക്ഷേ വളരെ ശ്രദ്ധിച്ച് കൃത്യമായിട്ടുള്ള നിയമങ്ങളൊക്കെ പാലിച്ച് വണ്ടി ഓടിച്ച് വരുന്ന ഏതെങ്കിലും ഒരു നിരപരാധി ആയിരിക്കാം അപകടത്തിൽപ്പെടുന്നതും ഒരു പക്ഷേ മരണപ്പെട്ടു പോകുന്നതും. അതുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ എല്ലാവരും പരമാവധി ജാഗരൂകരായിട്ടിരിക്കുക, ട്രാഫിക് നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക, നമ്മളുടെ വണ്ടിയിലെ ഉള്ള ലൈറ്റുകളും സ്വിച്ചുകളും എന്തിനാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. എല്ലാത്തിലും ഉപരി നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ക്യാബിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ സൗണ്ടുകൾ കേട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലത്ത് ഒതുക്കി നിർത്തി എന്താണ് ആ സൗണ്ട് കേൾക്കുന്നത് എന്നുള്ള കാര്യം ക്ലിയർ ചെയ്തിട്ട് അപകടങ്ങളില്ലാതെ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. നമ്മൾ അപകടത്തിൽപ്പെടാതിരിക്കുക, മറ്റുള്ള ആളുകളെയും അപകടത്തിൽ കൊണ്ട് ചാടിക്കാതിരിക്കുക.